നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർഷേ, സൂക്ഷിച്ചിറങ്ങണേ. ആരാമേ? ഹർഷേ സോനെ, നീ ഒന്ന് വന്ന് ഹർഷയെ പിടിക്കേ. വേണ്ട, ഞാൻ ഇറങ്ങിക്കൊള്ളാം. ഇതെന്താമേ? വയ്യാത്ത ചേച്ചി കൊണ്ട് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്ന? ഹർഷയ്ക്ക് ഇപ്പൊ അങ്ങനെ വയ്യായികൊന്നും ഇല്ല സോനെ. ചില കാര്യങ്ങളിൽ ഒരു കൈസഹായം വേണം, അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഇരുന്ന അസുഖം കൂടുകയുള്ളൂ. ആന്റിയെ ഇവിടെ കൊണ്ടുവിടുമ്പോ ഞാൻ വെറുതെ വണ്ടി കയറി ഇരുന്നേ ഉള്ളൂ. ഇവിടം വരെ വന്നിട്ട് ഹർഷയെ വീട്ടിലേക്ക് വിളിക്കാതിരിക്കുന്ന എങ്ങനെയാ? വാ ഹർഷേ, കുറച്ചു നേരം അകത്തിരുന്നിട്ട് പോവാം. വാ, നടക്ക്. വാ. പോലീസ് കൊണ്ടുപോയവരുടെ വല്ല വിവരം അറിഞ്ഞോ സോനെ? ഇല്ല, ഒന്നും അറിഞ്ഞില്ല. അനുപമയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇന്ദ്രൻ തിരിച്ചു വരും. അതെങ്ങനെ അമ്മയ്ക്കറിയാം? അത് അനുപമയ്ക്കെതിരെയല്ലേ തെളിവുകൾ മുഴുവനുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരൂ. എനിക്ക് വേറെ ചിലതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോന്ന് പേടിയുണ്ടമ്മേ. പേടിയോ? എന്തു പേടി? സത്യേട്ടനും ശ്യാമേട്ടനും ആ വിനയനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബെനീനുമായിട്ടോ? അവനെന്താ ഇവിടെ കാര്യം? എന്തിനാണെന്നറിയില്ല. 3 പേരും അടുക്കള കയറി വാതിലടച്ച് അവിടെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 3 പേരും കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ വെനീനെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാ? അവൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്നാവും. നീ വാ ഹർഷേ. പതുക്കെ. പ്രതിഭേ, നിനക്ക് ആളെ മനസ്സിലായോ? ഹർഷയാ. ഹർഷ നിന്നെ കാണാൻ വന്നതാ. എങ്ങനെയുണ്ട് പ്രതിഭേ? ക്ഷീണമൊക്കെ മാറിയോ? മാറി വരുന്നു ചേച്ചി. ചേച്ചി ഓക്കെ ആയോ? അതിനുള്ള ശ്രമത്തിലേ. ഇനി പുറത്തേക്കൊക്കെ ഒന്ന് പോണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യം ആന്റിയോടൊപ്പം ഇങ്ങോട്ടൊന്ന് വരാന്ന് വെച്ചു. ചേച്ചി ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചെല്ലേ, എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചാണാവോ? സത്യോടിന് ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം. സത്യനെങ്ങോട്ടാ പോയ പ്രതിഭേ? ഒന്നും പറഞ്ഞില്ലമ്മേ. ഇന്ദ്രേട്ടനെയും അനുചേച്ചിയും കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണെന്ന് തോന്നുന്നു. ഇനി അവനും ഓടത്തിന്റെ കുഴപ്പമുള്ളൂ. കോടതി ഇപ്പൊ അവളെ റിമാൻഡ് ചെയ്ത് കാണും, അല്ലേ ഹർഷേ? അതിനാ സാധ്യത. പോലീസ് ജീപ്പാണല്ലോ. ആന്റി, അനുപമയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തെളിവെടുപ്പിന് കൊണ്ടുവന്നായിരിക്കും. ആന്റി അങ്ങോട്ട് ചെല്ലേ. നമസ്കാരം സാറേ. അതെ, അവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നായിരിക്കും അല്ലേ? ഇങ്ങോട്ടൊന്ന് ഇറക്കി വിടും സാറേ. ഞാൻ എന്റെ മരുമോളെ നന്നായിട്ടൊന്ന് കാണട്ടെ. മരുമകളെ ഈ നിലയിലെത്തിക്കാൻ അമ്മായിയമ്മ നന്നായിട്ട് പണിയെടുത്തു അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റില്ല. മറ്റാരുടെയോ ബുദ്ധി കൂടി ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി അയപ്പിച്ചത് ആരെ കൊണ്ടാ? അല്ല, സുശീലാന്റിക്ക് സ്വന്തമായിട്ട് മെയിൽ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്റെ മെയിൽ ഐ ഡിന്ന് പരാതി അയക്കായിരുന്നു സാർ. ഓഹോ, നമ്മളാണല്ലേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മാഡം അല്ലേ? അതെ സാർ, ഞാൻ ആന്റിക്ക് വേണ്ടി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇനിയും വിളിക്കേണ്ടിയും
കാണേണ്ടിയും വരും. തൽക്കാലം സുശീലയെ മാത്രം ഞങ്ങൾ കൊണ്ടുപോവാ. അയ്യോ ആ, അപ്പൊ പോവാല്ലേ? അയ്യോ സാറേ, എന്നെ എന്തിനാ കൊണ്ടുപോന്നേ? അതിനും ഞാനെന്ത് ചെയ്തിട്ടാ? ചെയ്തത് എന്താന്ന് പറഞ്ഞാലേ നിങ്ങൾ പോലീസിന്റെ കൂടെ വരുള്ളോ? ദേ മരുമകളെ കുരുക്കാൻ ആഹാരത്തിൽ കീടനാശിനി കലർത്തിയത് മാത്രമല്ല നിങ്ങൾ ചെയ്ത കുറ്റം. കിച്ചണിൽ ഗ്യാസ് തുറന്നിട്ടതും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അടക്കം വകുപ്പുകൾ വേറെയുണ്ട്. സാറ് കൊള്ളാലോ. സാർ എന്തൊക്കെയാ പറയുന്നേ? ഇതൊരുമാതിരി വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാണല്ലോ. അവള് ചെയ്ത കുറ്റം മുഴുവൻ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുവാണോ സാറ്? സാറേ തല്ലണ്ട, ചിലപ്പോ ഇവിടെയും ക്യാമറ കാണും. ശരിയാ, അടുക്കളയിൽ വരെ ക്യാമറ വെച്ച വീടാണല്ലോ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി പോവാം. പിടിച്ച് വണ്ടി കയറോ ഇവരെ. ഞാനത് ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? എന്നെ ചതിച്ചതാ. സോറി, ഇതൊന്നും വിശ്വസിക്കരുത് മോളെ.